Hello friends, welcome back to another video. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പൈനാപ്പിളിൻ്റെ സ്പൈസിയും അതുപോലെ സ്വീറ്റും എല്ലാം ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനുവേണ്ടി ഞാനിവിടെ 5 പൈനാപ്പിളാണ് എടുത്തത്. 5 പൈനാപ്പിൾ ഇതേപോലെ നടുവിലെ കഷ്ണം കഴിച്ചെടുത്തതാണ്. ഇനി നമുക്ക് മസാല റെഡിയാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ മുളക് പൊടിയുടെ അളവിൽ മാറ്റം വരുത്താം. 1.5 ടീസ്പൂണൊക്കെ എടുക്കാം. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ഗരം മസാലയാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. പിന്നെ വേണ്ടത് ഓയിലാണ്. ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. വെളിച്ചെണ്ണ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണോ ഉള്ളത് അത് യൂസ് ആക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പൈനാപ്പിളിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെ 5 എണ്ണത്തിനാണ് മുളകിൻ്റെ ഇതൊക്കെ തേച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെക്കാം. ഇനി ഇതൊന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കണം. സാൾട്ടഡ് ബട്ടർ ആയാലും പ്രശ്നമില്ല, അൺസാൾട്ടഡ് ബട്ടർ ആയാലും പ്രശ്നമില്ല. ഇനി ബട്ടർ ഒന്ന് നന്നായി ഒന്ന് ഉരുകട്ടെ. അപ്പോൾ ബട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കുന്നത്, സ്വീറ്റ് പൈനാപ്പിളിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. നാരങ്ങക്ക് പകരം വേണമെങ്കിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം ഇതിലൊന്ന് വെച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്വീറ്റ് പൈനാപ്പിൾ ഇവിടെ റെഡിയായി. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഞാൻ അതേ പാത്രം തന്നെ ഒന്ന് കഴുകിയെടുത്ത് വീണ്ടും വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് ചൂടാവുമ്പോൾ ഇതിലേക്ക് അല്പം ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ ഷുഗർ സിറപ്പിന് വേണ്ടി ചേർത്ത് അത്ര ബട്ടർ ചേർക്കേണ്ട ആവശ്യമില്ല. അതിനേക്കാളും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായി ഒന്ന് മെൽട്ടായി വരട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മുളകൊക്കെ തേച്ച് കൊടുത്തിട്ടില്ലേ, ആ പൈനാപ്പിൾ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം.
അപ്പം നമ്മുടെ സ്വീറ്റ് ആൻഡ് സ്പൈസി പൈനാപ്പിൾ ഇവിടെ റെഡിയായി. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.